നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കേരളത്തിൽ നടന്നത് CPM മോഡൽ വികസനമെന്ന് BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. കേരള മോഡൽ പറഞ്ഞ ജനങ്ങളെ വിഡ്ഢികളാക്കരുതെന്നും രാജീവ് ചന്ദ്രശേഖർ. കാഞ്ഞിരപ്പള്ളി മണിമല കുളത്തൂർ മൂഴി കർഷക സൗഹൃദ ലിങ്ക് റോഡ് നിർമ്മാണം കുളത്തൂർ മൂഴിയിൽ തുടങ്ങി. റോഡിനെ വീതി കൂട്ടുന്ന പണികൾ പുരോഗമിക്കുന്നു. പനമറ്റം ദേശാഭിമാനി വായനശാലയുടെ പുതിയ മന്ദിരം പൂർത്തിയായി. ഉദ്ഘാടനം ശനിയാഴ്ച. പുതിയ മന്ദിരം നാടിന് സമർപ്പിക്കുന്നത് പ്ലാറ്റിനം ജൂബിലി വർഷത്തിൽ. നിയന്ത്രണം വിട്ട ബൈക്ക് മതിലിലിടിച്ച വിദ്യാർത്ഥി മരിച്ചു. മരിച്ചത് കുറിച്ചിത്താനം സ്വദേശി ആദിത്യ ജ്യോതി. അപകടമുണ്ടായത് ഇന്നലെ രാത്രി. വാർത്തകൾ വിശദമായി. കേരള മോഡൽ വികസനമല്ല സംസ്ഥാനത്ത് നടന്നതെന്നും CPM മോഡൽ വികസനമാണെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. കേരള മോഡൽ എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണെന്നും രാജീവ് ചന്ദ്രശേഖർ കോട്ടയത്ത് പറഞ്ഞു. സംസ്ഥാനത്ത് ഇതുവരെ നടന്നത് കേരള മോഡൽ വികസനമായിരുന്നില്ല, മറിച്ച് CPM മോഡൽ വികസനമാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. BJPക്ക് കിട്ടുന്ന ഓരോ വോട്ടും കേരളത്തിന്റെ സംസ്കാരത്തിനെതിരാണെന്നുള്ള മുഖ്യമന്ത്രിയുടെ പരാമർശം കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢിയാക്കുന്നതിന് തുല്യമാണെന്നും വിഷയത്തിൽ വിമർശനമുയർത്തി BJP സംസ്ഥാന അധ്യക്ഷൻ കോട്ടയത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. എവിടെയായിരുന്നു ഇന്ത്യ 2014? ഇന്ന് എവിടെയാണ് ഇന്ത്യ? ലോകത്തിന്റെ 4ാം നമ്പർ ഇക്കോണമി, ഏറ്റവും സ്പീഡിൽ പോകുന്ന ഇക്കോണമി. ഇതെല്ലാം BJPക്ക് വോട്ട് കൊടുത്ത് ജനങ്ങള് ചെയ്തൊരു മാറ്റമാണ് നമ്മുടെ രാജ്യത്തിൽ കാണുന്നത്. അപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് എനിക്ക് പറയാൻ ഒരു ആഗ്രഹം, ജനങ്ങളെ വിഡ്ഢിയാക്കരുത്. ഈ പഴയ തല്ലിപ്പൊളി ഒരു നെറേറ്റീവ് ഉണ്ടല്ലോ, കേരള കൾച്ചർ, കേരള മോഡൽ. ഇതുവരെ നടന്നത് കേരള കൾച്ചറും ആയിരുന്നില്ല, കേരള മോഡലും ആയിരുന്നില്ല. അത് CPM കൾച്ചർ ആയിരുന്നു, കോൺഗ്രസ് കൾച്ചർ ആയിരുന്നു. CPM മോഡലായിരുന്നു, കോൺഗ്രസ് മോഡലായിരുന്നു. അയ്യപ്പ സംഗമം പോലെ അനാവശ്യ വിഷയങ്ങളുമായി ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കാൻ നോക്കുന്ന ഇടതു സർക്കാർ കഴിഞ്ഞ 10 വർഷത്തെ സംസ്ഥാന സർക്കാരിന്റെ പ്രകടനത്തെക്കുറിച്ച് സംസാരിക്കാൻ തയ്യാറാകുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. 10 കൊല്ലം നിങ്ങൾ ഭരിച്ചു, ജനങ്ങൾ വിശ്വസിച്ചു, അവസരം തന്നു, നിങ്ങൾ ഭരിച്ചു. ഇനി വേണ്ടാത്ത ഓരോരോ ഇഷ്യൂസ് അല്ല മുമ്പോട്ട് വെക്കേണ്ടത്. നിങ്ങൾ 10 കൊല്ലം എന്ത് ചെയ്തു? പോലീസ് ബ്രൂട്ടാലിറ്റിനെ കുറിച്ച് സംസാരിക്കും. ആശാ വർക്കേഴ്സിന്റെ ശമ്പളം വർദ്ധിക്കാൻ കഴിയുന്നില്ല, അതിനെ കുറിച്ച് സംസാരിക്കും. ഗവൺമെന്റ് ജീവനക്കാർക്ക് ശമ്പളം പെൻഷൻ കൊടുക്കുന്നില്ല, അതിനെ കുറിച്ച് സംസാരിക്കും. നിങ്ങളുടെ 10 കൊല്ലം സർക്കാരിന്റെ പെർഫോമൻസിനെ കുറിച്ച് സംസാരിക്കാൻ ധൈര്യമുണ്ടാവണം. എന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ജനങ്ങളെ വിഡ്ഢിയാക്കി ശ്രദ്ധ തിരിക്കാൻ നോക്കരുത്. GST നികുതി ഇളവിനെ ഗബ്ബർ സിംഗ് ടാക്സ് എന്ന് വിളിച്ച് ആക്ഷേപിക്കുമ്പോഴും വാണിജ്യ വ്യാപാര രംഗത്ത് ഇത് വലിയ മാറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. GST കുറയുമ്പോൾ രാജ്യം മുഴുവൻ വില കുറയും. പക്ഷെ എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം വില കുറയുന്നില്ല എന്നത് ജനം മനസ്സിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അയ്യപ്പ സംഗമം സർക്കാരാണോ അതോ ദേവസ്വം ബോർഡാണോ നടത്തുന്നതെന്ന് ആദ്യം തീരുമാനിക്കട്ടെ എന്നും അവർ ക്ഷണിച്ചാൽ പോകുമോ എന്ന ചോദ്യത്തിന് ക്ഷണിക്കട്ടെ എന്നിട്ട് ബാക്കി തീരുമാനിക്കാമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കാഞ്ഞിരപ്പള്ളി മണിമല കുളത്തൂർ മൂഴി കർഷക സൗഹൃദ ലിങ്ക് റോഡ് നിർമ്മാണം കാഞ്ഞിരപ്പള്ളി മണ്ണാറക്കയത്ത് നിന്ന് ആരംഭിച്ചു. കലുങ്കിന്റെയും ഒപ്പം റോഡിന്റെയും വീതി കൂട്ടുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. 85.81 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന കാഞ്ഞിരപ്പള്ളി മണിമല കുളത്തൂർ മൂഴി കർഷക സൗഹൃദ ലിങ്ക് റോഡിന്റെ നിർമ്മാണ ചുമതല കേരള റോഡ് ഫണ്ട് ബോർഡിനാണ്. കാഞ്ഞിരപ്പള്ളി മുതൽ മണ്ണനാനി വരെയുള്ള 6.862 കിലോമീറ്റർ ഭാഗവും മണിമല മുതൽ കുളത്തൂർ മൂഴി വരെയുള്ള 11.5 കിലോമീറ്റർ ഭാഗവും ചേർന്നുള്ള 18.362 കിലോമീറ്ററാണ് നവീകരിക്കുന്നത്. ഇതിനിടയിലായി വരുന്ന മണ്ണനാനി മുതൽ മണിമല വരെയുള്ള ഭാഗം പുനലൂർ മൂവാറ്റുപുഴ റോഡിന്റെ ഭാഗമായി നേരത്തെ പൂർത്തിയാക്കിയിരുന്നു. നിർമ്മാണത്തിന്റെ ഭാഗമായി നിലവിലെ റോഡിന്റെ വീതി 8 മീറ്റർ എന്നത് 10 മീറ്ററാക്കി വർദ്ധിപ്പിക്കും. ഇതിനാവശ്യമായ സ്ഥലമേറ്റെടുക്കൽ നടപടികൾ സങ്കീർണമാക്കാതെ സൗജന്യമായി വിട്ടുതരാൻ വസ്തു ഉടമകൾ തയ്യാറായത് പദ്ധതി വേഗം ആരംഭിക്കാൻ സഹായകരമായിരുന്നു. നിലവിലെ റോഡിന്റെ സെന്റർ ലൈൻ നിലനിർത്തി പരമാവധി വളവുകൾ നിവർത്തി ആധുനിക നിലവാരത്തിലാണ് നിർമ്മാണം. 2 വശങ്ങളിലും ഫുട്പാത്ത്, വാട്ടർ അതോറിറ്റി, KSEB, ടെലിഫോൺസ് എന്നിവയുടെ യൂട്ടിലിറ്റി സൗകര്യവും മറ്റ് ആധുനിക റോഡ് സുരക്ഷാ സാമഗ്രികളും പദ്ധതിയിൽ ഉൾപ്പെടുത്തും. പദ്ധതിയുടെ ആരംഭത്തിൽ ട്രാഫിക് സാന്ദ്രതാ പഠനം നടത്തിയതിൽ നിന്ന് ഇപ്പോൾ മാറ്റം വന്നത് കൂടി പരിഗണിച്ച് നാറ്റ്പാക് വീണ്ടും പഠന റിപ്പോർട്ട് തയ്യാറാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ ഡിസൈൻ തയ്യാറാക്കിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി.
പനമറ്റം ദേശാഭിമാനി വായനശാലയ്ക്ക് പുതിയ മന്ദിരം പൂർത്തിയായി. ഈ മാസം 13-ന് പുതിയ മന്ദിരം സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ നാടിന് സമർപ്പിക്കും. വായനശാലയുടെ പ്ലാറ്റിനം ജൂബിലി വർഷത്തിലാണ് പുതിയ മന്ദിരം തുറക്കുന്നത്. പ്ലാറ്റിനം ജൂബിലി വർഷത്തിൽ പനമറ്റം വെളിയന്നൂർ ദേശാഭിമാനി വായനശാല പുതിയ മന്ദിരത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ജീർണാവസ്ഥയിലായിരുന്ന പഴയ കെട്ടിടം പൊളിച്ചുമാറ്റിയാണ് 1830 ചതുരശ്ര അടിയിൽ ഇരുനില മന്ദിരം പണിതത്. മാണി സി കാപ്പൻ MLA അനുവദിച്ച 10 ലക്ഷം രൂപയും ജില്ലാ പഞ്ചായത്ത് അംഗം ജെസി ഷാജൻ അനുവദിച്ച 10 ലക്ഷം രൂപയും ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും ലഭിച്ച 5 ലക്ഷം രൂപയും ഉപയോഗിച്ചാണ് ആധുനിക രീതിയിലുള്ള മന്ദിരം പണിതത്. കൂടാതെ സ്വകാര്യ വ്യക്തികളിൽ നിന്നുള്ള സംഭാവനകളും സ്വീകരിച്ചു. 1950 മുതൽ പനമറ്റത്ത് പ്രവർത്തിച്ചിരുന്ന വായനശാലയുടെ പഴയ കെട്ടിടം ജീർണാവസ്ഥയിലായിരുന്നു. തുടർന്നാണ് പുതിയ മന്ദിരം പണിതത്. കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ A ഗ്രേഡ് വായനശാലയാണെന്ന് പ്രസിഡന്റ് രാധാകൃഷ്ണപിള്ള AN പറഞ്ഞു. 75 വർഷം പൂർത്തിയായി നിൽക്കുന്ന ഈ ഘട്ടത്തിലെ പുതിയ മന്ദിരം ഉണ്ടാക്കുക എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. വായനശാല കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ A ഗ്രേഡ് വായനശാലയാണ്. ഗ്രന്ഥശാലയോട് അഫിലിയേറ്റ് ചെയ്താണ് പ്രവർത്തിക്കുന്നത്. ഏതാണ്ട് 1000-ൽ പരം അംഗങ്ങളും 16,000-ൽ പരം പുസ്തകങ്ങളുമുള്ള ഒരു ഗ്രന്ഥശാലയാണ്. ഗ്രന്ഥശാലയോടുകൂടി ബാലവേദി, വനിതാവേദി, യുവത, വയോജനവേദി, അതുപോലെ തന്നെ കലാസമിതി അടക്കം വിവിധങ്ങളായ പോഷക സംഘടനകൾ വായനശാലയോട് അനുബന്ധിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു വായനശാലയാണ് നമ്മുടേത്. കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ തന്നെ വളരെ മികച്ച രീതിയിൽ മുമ്പോട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രന്ഥശാലയാണ് ദേശാഭിമാനി വായനശാല. അതിൻ്റെ പുതിയ മന്ദിരത്തിൻ്റെ ഉദ്ഘാടനമാണ് ഈ 13-ാം തീയതി നടക്കുന്നത്. അത് നമുക്കേറെ സന്തോഷിക്കാവുന്ന കാര്യമാണ്. 1063 അംഗങ്ങളും 16,000 പുസ്തകങ്ങളുമാണ് വായനശാലയിൽ ഉള്ളത്. ബാലവേദി, യുവജനവേദി, കലാസമിതി തുടങ്ങിയ പോഷക സംഘടനകൾ പനമറ്റം ദേശാഭിമാനി വായനശാലയുടെ വളർച്ചയ്ക്ക് പിൻബലമാണ്. ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം നിർവഹിക്കും. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. നിയന്ത്രണം വിട്ട ബൈക്ക് മതിലിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ വിദ്യാർത്ഥി മരിച്ചു. ഉഴവൂരിന് സമീപമുണ്ടായ അപകടത്തിൽ കുറിച്ചിത്താനം സ്വദേശി ആദിത്യയാണ് മരിച്ചത്. നിയന്ത്രണം വിട്ട് റോഡരികിലെ മതിലിൽ ഇടിച്ച ബൈക്കിൽ നിന്നും തെറിച്ചു വീണ വിദ്യാർത്ഥി മരണമടഞ്ഞു. കുറിച്ചിത്താനം വെങ്ങിണിക്കാട്ടെ ജ്യോതിയുടെ മകൻ ആദിത്യ ജ്യോതിയാണ് മരണമടഞ്ഞത്. 17 വയസ്സായിരുന്നു. ഉഴവൂർ കുര്യനാട് റോഡിൽ പൂവത്തുങ്കലിന് സമീപം ബുധനാഴ്ച രാത്രി 9 മണിയോടെയായിരുന്നു അപകടം. റോഡരികിലെ ഗേറ്റിലും മതിലിലും ഇടിച്ച പൾസർ ബൈക്കിൽ നിന്നും ബൈക്ക് യാത്രികൻ സമീപത്തെ പുരയിടത്തിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. നാട്ടുകാർ ചേർന്ന് മോനിപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കുറവലങ്ങാട് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, പാല. പൊൻകുന്നം ശാന്തിനികേതൻ ആശുപത്രിയുടെ 1 വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ആന്റണി MP ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ശാന്തകുമാരി അധ്യക്ഷയായി. ചിറക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CR ശ്രീകുമാർ, വൈസ് പ്രസിഡന്റ് സതി സുരേന്ദ്രൻ, ഡോക്ടർ ഗോപിനാഥ പിള്ള, ആശുപത്രി മാനേജർ രാജീവ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. യോഗത്തിൽ ആശുപത്രിയിലെ മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു. ഇതോടൊപ്പം പുതിയ കാഷ്വാലിറ്റി ബ്ലോക്ക്, ലേബർ റൂം, ഓപ്പറേഷൻ തിയേറ്റർ, മെഡിക്കൽ ICU എന്നിവയും നാടിന് സമർപ്പിച്ചു. കാഞ്ഞിരപ്പള്ളിയിലെ സന്ധ്യാരാഗം സംഗീത കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ലോക ആത്മഹത്യാ വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ജനറൽ ആശുപത്രിയിൽ ഗാനധാര നടത്തി. വിവിധ കാലഘട്ടങ്ങളിലെ ഗാനങ്ങൾ ഗായകർ ആലപിച്ചു. കാഞ്ഞിരപ്പള്ളി കേന്ദ്രമായുള്ള സന്ധ്യാരാഗം സംഗീത കൂട്ടായ്മയുടെ നേതൃത്വത്തിലുള്ള ഗാനാലാപനം തുടങ്ങിയിട്ട് 12 വർഷങ്ങൾ. ഫാദർ ജോബി മംഗലത്ത് കരോട്ട്, ബാബു പൂതക്കുഴി എന്നിവർ നേതൃത്വം നൽകുന്ന സന്ധ്യാരാഗം സംഗീത കൂട്ടായ്മ എല്ലാ ആഴ്ചയിലും ഒത്തുചേരാറുണ്ട്. ലോക ആത്മഹത്യാ വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ ഗാനധാര അണിയിച്ചൊരുക്കി. സ്വാഗതഗാനം ആസ്വാദകർക്ക് പുത്തൻ അനുഭവമായി. ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CR ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. വളരെ പുരോഗമനപരമായി ചിന്തിപ്പിക്കാൻ കഴിയുന്ന ഒന്നാണ് സംഗീതം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വയലാറിൻ്റെ കവിത പോലെ നിരവധി കവിതകൾ, ഇവിടെ ആലപിക്കാൻ പോകുന്ന പാട്ടുകളെല്ലാം ജീവിതത്തെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതും അതിനെ കൂടുതൽ മനോഹരമാക്കി അതിൻ്റെ മനോഹര വശങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നതുമാണ്. ജീവിതത്തിൻ്റെ മനോഹരമായ വശങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, സൗന്ദര്യത്തിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ഭൂമി നമുക്ക് നൽകിയിട്ടുള്ള മനോഹരമായ കാഴ്ചകൾ, മനോഹരമായ അനുഭവങ്ങൾ, മനോഹരമായ വികാരങ്ങൾ അതൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്തി മനുഷ്യനെ കൂടുതൽ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ സംരംഭമാണ് ഈ സന്ധ്യാരാഗം
എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആന്റണി മാർട്ടിൻ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് സതി സുരേന്ദ്രൻ, ബ്ലോക്ക് മെമ്പർ ബി രവീന്ദ്രൻ നായർ, സന്ധ്യാരാഗം പ്രസിഡന്റ് ബാബു പൂതക്കുഴി, വ്യാപാരി വ്യവസായി കുന്നംഭാഗം യൂണിറ്റ് പ്രസിഡന്റ് റെജി കാവുങ്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് ഗാനധാര അരങ്ങേറി. കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സാവൻ സാറ മാത്യു ആലപിച്ച ഗാനവും ഹൃദ്യമായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. പാമ്പാടി ചെറുവള്ളിക്കാവ് ദേവീക്ഷേത്രത്തിൽ അഷ്ടമിരോഹിണി ആഘോഷിക്കുന്നു. ഞായറാഴ്ച രാവിലെ 6:30 ചന്ദനം ചാർത്തൽ നടത്തും. 10:00 ഗോപി നൃത്തം, ഉറിയടി എന്നിവയുടെ അകമ്പടിയോടെ കാവടി ഘോഷയാത്ര ക്ഷേത്രത്തിലേക്ക് പുറപ്പെടും. വൈകിട്ട് 6 മണിക്ക് പൂതക്കുഴി വിവേകാനന്ദ ബാലഗോകുലത്തിൽ നിന്നുള്ള ശോഭായാത്ര ക്ഷേത്രത്തിലെത്തും. രാത്രി 11:30 അവതാര പൂജ. വഴിതെറ്റിയ നായയെയും മുട്ടനാടിനെയും തേടി ഒടുവിൽ ഉടമയെത്തി. കാഞ്ഞിരപ്പള്ളി പട്ടിമറ്റം തൈപ്പറമ്പിൽ നൌസീദ് സലീമിനാണ് ഡാൽമേഷൻ ഇനത്തിൽപ്പെട്ട തന്റെ നായയെയും ബീറ്റൽ വിഭാഗത്തിൽപ്പെട്ട മുട്ടനാടിനെയും ഏറെ തെരച്ചിലിനൊടുവിൽ ലഭിച്ചത്. പട്ടിമറ്റം തൈപ്പറമ്പിൽ നൌസീദ് സലീമിന്റെ അരുമകളാണ് അൽസേഷൻ ഇനത്തിൽപ്പെട്ട ഡൽമേഷൻ ഇനത്തിൽപ്പെട്ട നായയും ബീറ്റൽ വിഭാഗത്തിൽപ്പെട്ട മുട്ടനാടും. ചൊവ്വാഴ്ച രാവിലെ രണ്ടുപേരെയും ഒരുപോലെ അഴിച്ചുവിട്ടു. സാധാരണ എല്ലാ ദിവസവും ഒരുമിച്ച് പരിസരങ്ങളിലൂടെയെല്ലാം കറങ്ങി തിരിച്ചെത്താറാണ് ഇവരുടെ പതിവ്. എന്നാൽ ചൊവ്വാഴ്ച ഇവർ തിരിച്ചു വന്നില്ല. പരിസര പ്രദേശങ്ങളിലെല്ലാം അന്വേഷിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം. വഴിതെറ്റിയ നായയും ആടും ഈ സമയം കറിപ്ലാവ് ഭാഗത്തുകൂടി കാഞ്ഞിരപ്പള്ളിയിലെ ഹൗസിംഗ് ബോർഡ് കോളനിയിൽ എത്തുകയായിരുന്നു. ഹൗസിംഗ് ബോർഡ് പ്രസിഡന്റ് വാഴക്കാപ്പാറ ബിജുമോൻ ഇമ്മാനുവലിന്റെ നേതൃത്വത്തിൽ നായയെയും ആടിനെയും ഭക്ഷണം കൊടുത്ത് സംരക്ഷിക്കുന്നതിനിടെയാണ് നൌസീദ് വിവരം അറിയുന്നത്. തുടർന്ന് വ്യാഴാഴ്ച രാവിലെ ഹൗസിംഗ് ബോർഡ് കോളനിയിലെത്തിയ നൌസീദ് തന്റെ അരുമകളായ നായയെയും ആടിനെയും തിരികെ കൂട്ടിക്കൊണ്ടുപോയി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. ശ്വാസകോശ വിദഗ്ധരുടെ ദേശീയ സമ്മേളനം പൾമോകോൺ 2025 സെപ്റ്റംബർ 12 മുതൽ 14 വരെ കുമരകത്ത് നടക്കും. കോട്ടയം റെസ്പിറേറ്ററി സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് സമ്മേളനം. സംസ്ഥാന പ്രസിഡന്റ് KA ശ്രീവിലാസൻ ഉദ്ഘാടനം ചെയ്യും. അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾക്ക് പുറമെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 700ഓളം പ്രതിനിധികൾ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ കോട്ടയത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഞങ്ങൾ 3 ദിവസത്തെ ഒരു സമ്മേളനമാണ് ഉദ്ദേശിക്കുന്നത്. നാളെ ഞങ്ങളുടെ പോസ്റ്റ് ഗ്രാജുവേറ്റിൻ്റെ ക്ലാസ്സുകളാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ക്ലാസ്സുകൾ എന്ന് വെച്ചാൽ ക്യൂസ് കോമ്പറ്റീഷന്, അതുപോലെ റിസർച്ച് പേപ്പർ പ്രസൻറ്റേഷന്, പോസ്റ്റർ പ്രസൻറ്റേഷന്, ക്ലാസ്സുകൾ 1 ഡേ ഫുള്ളായിട്ട് നമ്മൾ നാഷണൽ ലെവലിലുള്ള ദേശീയ ലെവലിലുള്ള PG സ്റ്റുഡൻസ്, MD സ്റ്റുഡൻസ് പൾമനോളജിയുടെ ഒരു ക്ലാസ്സുകളാണ് നാളെ ഉദ്ദേശിക്കുന്നത്. ശനിയും ഞായറുമാണ് ഞങ്ങളുടെ മെയിനായിട്ടുള്ള ഈ അക്കാഡമിക് സെഷൻ. നമ്മുടെ ദേശീയവും അന്തർദേശീയവുമായിട്ടുള്ള വളരെ വിദഗ്ധർ പങ്കെടുക്കുന്ന ഒരു സമ്മേളനമാണിത്. പാലാ ഈരാറ്റുപേട്ട KSRTC ഡിപ്പോകളിൽ നിന്നും മലയോര പഞ്ചായത്തുകളിലേക്ക് ഗ്രാമവണ്ടി സർവീസ് ആരംഭിക്കണമെന്ന് താലൂക്ക് വികസന സമിതിയിൽ നിർദ്ദേശം. പാലാ ഈരാറ്റുപേട്ട ATOമാർക്കാണ് നിർദ്ദേശം ലഭിച്ചത്. യാത്രാ ബുദ്ധിമുട്ടുള്ള പ്രദേശങ്ങളിലൂടെയാണ് സർവീസ് നടത്തേണ്ടതെന്നും നിർദ്ദേശമുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിൽ നടന്നത് CPM മോഡൽ വികസനമെന്ന് BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. കേരള മോഡൽ പറഞ്ഞ ജനങ്ങളെ വിഡ്ഢികളാക്കരുതെന്നും രാജീവ് ചന്ദ്രശേഖർ. കാഞ്ഞിരപ്പള്ളി മണിമല കുളത്തൂർ മൂഴി കർഷക സൗഹൃദ ലിങ്ക് റോഡ് നിർമ്മാണം കുളത്തൂർ മൂഴിയിൽ തുടങ്ങി. റോഡിന് വീതി കൂട്ടുന്ന പണികൾ പുരോഗമിക്കുന്നു. പനമറ്റം ദേശാഭിമാനി വായനശാലയുടെ പുതിയ മന്ദിരം പൂർത്തിയായി.
ഉദ്ഘാടനം ശനിയാഴ്ച. പുതിയ മന്ദിരം നാടിന് സമർപ്പിക്കുന്നത് പ്ലാറ്റിനം ജൂബിലി വർഷത്തിൽ. നിയന്ത്രണം വിട്ട ബൈക്ക് മതിലിലിടിച്ച് വിദ്യാർത്ഥി മരിച്ചു. മരിച്ചത് കുറിച്ചിത്താനം സ്വദേശി ആദിത്യ ജ്യോതി. അപകടമുണ്ടായത് ഇന്നലെ രാത്രി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.